ഇപ്പോൾ സിദ്ധ മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോൾ ഇതിൽ കുറേ പഥ്യം ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും, കുറേ ഫുഡിൻ്റെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം. അത് ഏതൊക്കെ തരം ഭക്ഷണമാണ് കഴിക്കേണ്ടത്, കഴിച്ചുകൂടാത്തത്, അതിനെ പറ്റി ഒന്ന് പറയാം. സിദ്ധ ഔഷധങ്ങൾ പ്രയോഗിക്കുന്ന സമയത്ത് നമ്മൾ രോഗികൾക്ക് നിർദ്ദേശിക്കാറുള്ള പഥ്യാചരണത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. ഈ പഥ്യം എന്ന് പറയുന്നത് രണ്ട് രീതിയിലൊന്ന്, മെഡിസിൻസിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ നമ്മുടെ ശരീരത്തിൽ അത് ആക്ട് ചെയ്യുന്ന ആ ഒരു അതൊരു കാറ്റലിസ്റ്റ് ആയിട്ടെന്നുള്ള രീതിയിൽ പഥ്യം ചെയ്യുമ്പോൾ അതിനെ യൂസ്ഫുള്ളായിട്ട്, അല്ലെങ്കിൽ അത് ആ രീതിയിൽ പഥ്യം പാലിച്ച് തന്നെ കൊടുക്കേണ്ടതായിട്ടുള്ളതിൻ്റെ പ്രാധാന്യം അവിടെയാണ്. രണ്ടാമതായിട്ട് ഇത്തരത്തിലുള്ള ടോക്സിസിറ്റീസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും പഥ്യം നിർദ്ദേശിക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും അത് ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടർ അത്തരത്തിലുള്ള പഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഒരു പ്രസക്തി കൂടിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഔഷധങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഔഷധങ്ങൾ നമ്മുടെ ശരീരത്തിൽ മാക്സിമം ഫലസിദ്ധി ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ പറയുന്ന പഥ്യാചരണം നടത്തുന്നത്. അത് എല്ലാ കണ്ടീഷനിലും ഒരുപോലെ പഥ്യമുള്ള ഔഷധങ്ങളൊന്നും സിദ്ധിയിൽ അനുവർത്തിക്കാറില്ല. ഞാൻ പറഞ്ഞു, ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള അനവധി രോഗങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രോഗാവസ്ഥകളിൽ തീർച്ചയായിട്ടും കടുംപഥ്യത്തിലുള്ള, അല്ലെങ്കിൽ ഇപ്പം കടുംപഥ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാലും പാൽക്കഞ്ഞിയും മാത്രം കഴിച്ചുകൊണ്ട് ഔഷധം സേവിക്കേണ്ടതായിട്ടുള്ള കാലഘട്ടത്തെയാണ് കടുംപഥ്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില ഔഷധങ്ങൾ കൊടുക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അത്തരത്തിലുള്ള കടുംപഥ്യത്തിലേക്കൊക്കെ പോകാറുള്ളത്. അല്ലാത്ത സാഹചര്യത്തിൽ ഒരു ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ടോ കോംപ്ലിമെൻ്ററി ആയിട്ടോ ഒക്കെ സിദ്ധ കൊടുക്കുന്ന സമയത്തൊന്നും അതിൻ്റേതായിട്ടുള്ള ആവശ്യം തന്നെ വരുന്നില്ല.